ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട് അഡ്വാൻറ്റേജ് ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡാറ്റയാണ്. ജോബ് കോസ്റ്റിംഗ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നൽകുന്നു. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ് ഫോർ എ ജോബ് ഓർ വർക്ക് ഓർഡർ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഡീറ്റെയിൽഡ് ആയിട്ട് കോസ്റ്റ് ഡാറ്റ ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. ഡയറക്റ്റ് വേജസ് എത്രയായി, ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയായി, ഓവർഹെഡ് എത്ര ഉണ്ടായി ഈ ജോബ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡാറ്റയാണ്. രണ്ട്, പ്രോഫിറ്റബിൾ ജോബ്സ് ആർ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആസ് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോബും നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. The profit of each job can be correctly ascertained and profitable jobs can be distinguished from unprofitable ones. ഇപ്പോൾ ഓരോ ജോബും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ലാഭമുള്ള കോസ്റ്റ് അല്ലെ ജോബ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ലാഭമില്ലാത്തത് ഏതാണെന്ന് തരംതിരിക്കുന്നതിനുമൊക്കെ ജോബ് കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു പോയിന്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് which help in sending quotation for similar job ആണ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് നമുക്ക് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. സിമിലർ ജോബിന് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിന് ജോബ് കോസ്റ്റിംഗ് സഹായിക്കുന്നു. ഇത് കോസ്റ്റ് കൺട്രോളിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാം. Spoilage and defective work can be easily identified and responsibility may be fixed on individuals or departments responsible. സ്പോയിലേജും ഡിഫക്റ്റീവ് വർക്കുകളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇൻഡിവിജ്വൽസിനും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ സ്പോയിലേജും ഡിഫക്റ്റീവ് വർക്കുകളുടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് ജോബ് കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റാണ്. കോസ്റ്റ് ഡാറ്റ അണ്ടർ ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ് ഫോർ ഫ്യൂച്ചറാണ്. അപ്പോൾ കോസ്റ്റ് ഡാറ്റ അണ്ടർ ജോബ് കോസ്റ്റിംഗ് നമുക്ക് കോസ്റ്റ് ഡാറ്റ അണ്ടർ ജോബ് കോസ്റ്റിങ്ങിലൂടെ കിട്ടുന്ന കോസ്റ്റ് ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റുകൾ ഫ്യൂച്ചറിലേക്കുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസസ് ഓഫ് സ്പെഷ്യൽ ഓർഡർ. ചില സ്പെഷ്യൽ ഓർഡറുകൾക്ക് സെല്ലിംഗ് പ്രൈസുകൾ ഫിക്സ് ചെയ്യുന്നതിന് ജോബ് കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ഹെൽപ്സ് ഇൻ പ്ലാനിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഫ്യൂച്ചറിലെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനെ വേണ്ടുന്ന കാര്യങ്ങൾക്കുള്ള ഹെൽപ്പിങ്ങും ജോബ് കോസ്റ്റിംഗ് നൽകുന്നുണ്ട്. ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ഡിഫറെൻറ്റ് വർക്ക്സ് എക്സിക്യൂട്ടഡ്, പല വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അറേഞ്ച്മെൻറ്റ് മേ ബി മെയ്ഡ് ഫോർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ. ഫ്യൂച്ചർ പ്രൊഡക്ഷനിലേക്ക് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റുകൾ, അതിന് വേണ്ടുന്ന പ്ലാനിങ് നടപ്പിലാക്കുന്നതിന് ജോബ് കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ 7 പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡാറ്റ. സെക്കൻഡ് പോയിന്റ് പ്രോഫിറ്റബിൾ ജോബ്സ് ആർ ഡിസ്റ്റിങ്ക്വിഷ്ഡ്. തേർഡ് പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്. ഫോർത്ത് പോയിന്റ് കോസ്റ്റ് കൺട്രോൾ. ഫിഫ്ത്ത് പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. സിക്സ്ത് പോയിന്റ് ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. സെവൻത് പോയിന്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്. ഓക്കെ, അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് പോയിന്റ് എക്സ്പെൻസീവ് ആണ്. ആസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് എ ടൈം. ഒരേ ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബുകളാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് റിക്വയർ മോർ അറ്റൻഷൻ ആൻഡ് ക്ലറിക്കൽ വർക്ക്. ഓരോ ജോബിനും നമ്മൾ കൂടുതൽ അറ്റൻഷനും ക്ലറിക്കൽ വർക്കും നൽകേണ്ടതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ കെയറിങ്ങും ക്ലറിക്കൽ വർക്കും നമ്മൾ കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരുന്നു, കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇറ്റ് മേക്സ് ജോബ് കോസ്റ്റിംഗ് മോർ എക്സ്പെൻസീവ്. ഇത് ജോബ് കോസ്റ്റിംഗ് എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ഇത് ഡിസഡ്വാൻറ്റേജ് ഒന്നാമത്തെ പോയിന്റ് അതാണ്, എക്സ്പെൻസീവ് ആണ് എന്ന് പറയും. അടുത്തത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. ജോബ് കോസ്റ്റിംഗ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൾ ദ ഡിഫക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആസ് ഇറ്റ് ഗീവ്സ് ദ റിസൾട്ട് ഓഫ് ഓൺലി എ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആണ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൾ ദ ഡിഫക്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആസ് ഇറ്റ് ഗീവ്സ് റിസൾട്ട് ഓഫ് ഓൺലി പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് ഇവിടെ വരുന്നത് കൊണ്ട്, ഹിസ്റ്റോറിക്കൽ നേച്ചർ ആയതുകൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഹിസ്റ്റോറിക്കൽ നേച്ചറാണ് എന്നുള്ളത് പറയാം.
അടുത്ത ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ ആണ്. ആസ് വൺ ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ. ഒരു ജോബ് മറ്റൊരു ജോബിൽ നിന്ന് വ്യത്യസ്തമാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ടു ജോബ്സ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് മീനിങ്ലെസ്. അപ്പോൾ ഒരു ജോബ് മറ്റു ജോബിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ജോബുകൾ തമ്മിലുള്ള കമ്പാരിസൺ ഇവിടെ പോസിബിൾ അല്ല. അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. അടുത്ത ചാൻസസ് ഓഫ് ഇറേഴ്സ് ആണ്. ആസ് എ ക്ലസ്റ്റർ ഓഫ് കോസ്റ്റ് ഐറ്റം ആർ ടു ബി റെക്കോർഡഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും നമ്മൾ ക്ലസ്റ്റർ ഓഫ് കോസ്റ്റ് ഐറ്റമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദർ ഈസ് എവരി ചാൻസസ് ഓഫ് ക്രീപ്പിംഗ് ഇൻ സർട്ടൻ ഇറേഴ്സ്. അതുകൊണ്ട് ഓരോ കേസിലും ഇറേഴ്സിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസഡ്വാൻറ്റേജ് 4 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. തേർഡ് പോയിന്റ് ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ ആണ്. ഫോർത്ത് പോയിന്റ് ചാൻസസ് ഓഫ് ഇറേഴ്സ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ദ ഫോളോയിങ് ആർ ദ പ്രൊസീജിയർ ഓർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ജോബ് കോസ്റ്റിംഗ് when an order for a job or work is received from a customer. ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ വർക്ക് റിസീവ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന പ്രൊസീജിയർ ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് പ്രൊഡക്ഷൻ ഓർഡർ ഓർ ജോബ് ഓർഡർ ആണ്. ആസ് ആൻഡ് വെൻ എ വർക്ക് ഓർഡർ ഓർ ജോബ് ഓർഡർ ഈസ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഇപ്പോൾ നമ്മളൊരു ജോബ് ഓർഡറോ വർക്ക് ഓർഡറോ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ആൻഡ് ഓർഡർ ടു ദ ഫോർമാൻ ഓഫ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഫോർമാനിലേക്ക്, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർമാനിലേക്ക് ഇങ്ങനൊരു പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർമാൻ ഇഷ്യൂ ചെയ്യും. ടു സ്റ്റാർട്ട് വിത്ത് എ വർക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ദ ജോബ്. ഈ ഒരു ജോബിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ദിസ് ഓർഡർ ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഓർഡർ ഓർ ജോബ് ഓർഡർ. ഈ ഓർഡറിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൊഡക്ഷൻ ഓർഡർ അല്ലെങ്കിൽ ജോബ് ഓർഡർ എന്നറിയപ്പെടുന്നത്. ദസ് എ ജോബ് ഓർഡർ ഈസ് എ റിട്ടൺ ഓർഡർ. ഇതൊരു എഴുതി തയ്യാറാക്കിയ ഓർഡറാണ്. ഇഷ്യൂഡ് ബൈ ദ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ ഫോർമാൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ജോബ്. ഇത് ജോബ് ഓർഡർ റിട്ടൺ ഓർഡറാണ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോർമാനിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു റിട്ടൺ ഓർഡറാണ് ജോബ് ഓർഡർ എന്ന് പറയുന്നത്. ദിസ് ഓർഡർ യൂഷ്വലി കണ്ടെയ്ൻസ് ഓൾ റിലവൻറ്റ് പ്രൊഡക്ഷൻ ഇൻഫർമേഷൻ ലൈക്ക് ക്വാണ്ടിറ്റി ഓർ യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ്. ഇപ്പോൾ ഈ ഓർഡറിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. പ്രൊഡക്ഷൻ ഇൻഫർമേഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ്, യൂണിറ്റ്സ് എത്ര മാനുഫാക്ചർ ചെയ്യണം, ഡേറ്റ് ഓഫ് ഓർഡറിൻ്റെ ഡേറ്റ് ഓഫ് സ്റ്റാർട്ട് ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, കംപ്ലീഷൻ, ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ്, മെറ്റീരിയൽ റിക്വയർഡ്, എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഓപ്പറേഷൻ നീഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ജോബ് ഓർഡറിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ജോബ് ഓർഡർ സ്പെസിഫിൻ ആണ് തന്നിരുന്നത്. പ്രൊഡക്ഷൻ ഓർഡർ, ജോബ് ഓർഡർ പ്രൊഡക്ഷൻ ഓർഡറിൻ്റെ സ്പെസിഫിൻ ആണ്. ഇവിടെ കണ്ട സീരിയൽ നമ്പർ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, കോഡ് നമ്പർ, മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ, ഓപ്പറേഷൻ നമ്പർ, മെഷീൻ നമ്പർ, പിന്നെ പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ, ക്വാണ്ടിറ്റി ഓർഡേഡ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, ഡേറ്റ് ഓഫ് ഫിനിഷ്. പിന്നെ ഇവിടെ ക്ലോക്ക് ടൈം, ഓപ്പറേഷൻ ടൈം, ഓപ്പറേഷൻ നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഓപ്പറേഷൻ നമ്പർ എത്രയാണ്, ഡീറ്റെയിൽസ്, അതിൻ്റെ ക്വാണ്ടിറ്റി, മെയ്ഡ്, റിജക്റ്റഡ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അസൈൻമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർഡർ നമ്പറാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർഡർ നമ്പർ നമ്മൾ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. എവരി പ്രൊഡക്ഷൻ ഓർഡർ ഈസ് അലോട്ടഡ് എ സർട്ടൻ നമ്പർ കാൾഡ് പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ, ജോബ് നമ്പർ ഓർ വർക്ക് ഓർഡർ നമ്പർ, ആൻഡ് എവരി ജോബ് വിൽ ബി നോൺ ബൈ ഇറ്റ്സ് നമ്പർ ത്രൂ ഔട്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ ഫാക്ടറി. അപ്പോൾ ജോബ് നമ്പറിലൂടെയാണ് പിന്നെ ഈ പ്രൊഡക്ഷൻ ഓർഡർ നമ്മൾ അറിയപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ. 3 പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്റ്റോഴ്സ് റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബാണ്. ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ തയ്യാറാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നു പ്രിപ്പറേഷൻ ഓഫ് ജോബ് ടിക്കറ്റ് ആണ്. ജോബ് ടിക്കറ്റ് ഈസ് എ ഡോക്യുമെന്റ് which contains several detachable portions of each of which is detailed and sent by the foreman to the production control department on completion of each operation of job. ഇപ്പോൾ ഓരോ ജോബിനും എത്ര കാര്യങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമാൻ നമ്മളെ കൊടുക്കുകയാണ് ജോബ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു അസർട്ടൈൻ ദ പ്രോഗ്രസ് ഓഫ് ജോബ് ആൻഡ് അറ്റ് ഈച്ച് ഓപ്പറേഷനാണ്. ഇപ്പോൾ ഈ ജോബ് ടിക്കറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ജോബിൻ്റെ ഓപ്പറേഷനെ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റാണ്.
കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ എ ജോബ് കോസ്റ്റ് ഷീറ്റ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിൻ്റെയും ജോബ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കും. ജോബ് കോസ്റ്റ് ഷീറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു റെക്കോർഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ് ആപ്ലിക്കബിൾ ടു റെസ്പെക്റ്റീവ് ജോബ്. അപ്പോൾ ഈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡും ഒക്കെ എത്ര അപ്ലൈ ചെയ്തു എന്ന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വെൻ ജോബ് ഈസ് ഫിനിഷ്ഡ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ജോബ് ഈസ് അസർട്ടൈൻഡ്. അപ്പോൾ ആ ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ വിലയിരുത്തും. അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇഫ് ദ ജോബ് ഈസ് ഡെലിവേർഡ് ടു കസ്റ്റമർ. ഇതാണ് അടുത്ത ഒരു പ്രൊസീജിയറായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോബ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ ഉണ്ടാവണം, പർട്ടിക്കുലേഴ്സ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, കസ്റ്റമർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് കംപ്ലീറ്റഡ്, ഡേറ്റ്, മെറ്റീരിയലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ, എമൗണ്ട്, ലേബറിനും ഡേറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, ടൈം, ടിക്കറ്റ് നമ്പർ എഴുതണം, അതിൻ്റെ എമൗണ്ട് എഴുതണം. പിന്നെ അതുകൊണ്ട് ഓവർ ഹെഡിൻ്റെ ഡേറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, റേറ്റ്, എമൗണ്ട്. പിന്നെ സമ്മറി കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കണം. അതായത് മെറ്റീരിയൽ എസ്റ്റിമേറ്റഡ് എത്രയാണ്, ആക്ച്വൽ എത്രയാണ്, ഡിഫറൻസ് എത്രയാണ്. ലേബറും ഇതേപോലെ തന്നെ, ഓവർ ഹെഡും ഇതേ രീതിയിൽ തന്നെ, ടോട്ടൽ. ഓക്കെ. അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കംപ്ലീഷൻ റിപ്പോർട്ടാണ്. ഓൺ ദ കംപ്ലീഷൻ ഓഫ് എ ജോബ്, a completion report is submitted by the manufacturing department to the planning department with a copy to the costing department. അപ്പോൾ ഇവിടെ കംപ്ലീഷൻ ഓഫ് ജോബാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. അതായത് ജോബ് കംപ്ലീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എവിടുന്ന? ബൈ ദ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. കോപ്പി ടു ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കോപ്പി നമ്മൾ ഇവിടെ കൊടുക്കും, കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയും ചെയ്യും. The expenditure under each element of costing is total and the total job cost is ascertained. പിന്നെ എക്സ്പെൻഡിച്ചർ ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ടോട്ടൽ ചെയ്ത് നമ്മൾ ടോട്ടൽ ജോബ് എത്രയാണ്, ജോബ് കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യും. ദ ആക്ച്വൽ കോസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും ടു റിവീൽ ദ എഫിഷ്യൻസി ഓർ ഇൻഎഫിഷ്യൻസി ഓഫ് ഈച്ച് ജോബ് ഓർ ഓപ്പറേഷൻ. ഓരോ ജോബിൻ്റെയും എഫിഷ്യൻസി ഇൻഎഫിഷ്യൻസി നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അടുത്താണ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ദിസ് ഈസ് ദ ഫൈനൽ പ്രൊസീജിയർ വിത്ത് വിച്ച് ജോബ് കോസ്റ്റിംഗ് എൻഡ്. ജോബ് കോസ്റ്റിംഗ് എൻഡ് ചെയ്യുമ്പോഴുള്ള ഫൈനൽ പ്രൊസീജിയറാണ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത്. ദ ജോബ് കോസ്റ്റ് ഷീറ്റ് ഡിസ്ക്ലോസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ജോബ്. ഓരോ ടോട്ടൽ കോസ്റ്റ് ഓഫ് ജോബ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദിസ് കോസ്റ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ പ്രൈസ് ഓഫേർഡ് ബൈ ദ കസ്റ്റമർ. അപ്പം നമ്മൾ ഈ കോസ്റ്റ് ഏതുമായിട്ട് കമ്പയർ ചെയ്യും? കസ്റ്റമർക്ക് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യും. If the price obtained is more than the cost, കോസ്റ്റിനേക്കാൾ പ്രൈസ് നമ്മൾ കൂടുതൽ, there will be profit and vice versa. ഇപ്പോൾ ഓഫർ ചെയ്ത പ്രൈസ് കോസ്റ്റിനേക്കാൾ ഓഫർ ചെയ്ത പ്രൈസ് കൂടി നിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. അത് നമ്മൾ കസ്റ്റമർക്ക് ഓഫർ ചെയ്ത പ്രൈസ് നമ്മുടെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞു നിന്നാൽ അത് ലോസുമായി. ഓക്കെ, ഇത്രയും പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറാണ്. ഒന്ന് പ്രൊഡക്ഷൻ ഓർഡർ അല്ലെങ്കിൽ ജോബ് ഓർഡർ എന്ന് പറയും. രണ്ടെന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർഡർ നമ്പറാണ്. മൂന്ന് പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് മെറ്റീരിയലാണ്. 4 പ്രിപ്പറേഷൻ ഓഫ് ജോബ് ടിക്കറ്റ് ആണ്. 5ാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റ് ഓർ ജോബ് കാർഡാണ്. 6 പ്രിപ്പറേഷൻ ഓഫ് ജോബ് കംപ്ലീഷൻ റിപ്പോർട്ട്. 7 അസൈൻമെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.